പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യന്മാരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, പൗലോസ് എഫേസോസിലുള്ളവരോട് ചോദിച്ചു. എന്നതാ ചോദിച്ചേ? നിങ്ങൾ വിശ്വാസികളായപ്പോൾ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചപ്പോൾ, വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? നമ്മളൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തു നമുക്ക് രക്ഷ നേടിത്തന്നെന്ന് വിശ്വസിക്കുന്നവരാണ്. യേശുക്രിസ്തുവിനെ ഒരു രക്ഷകനും നാഥനുമായിട്ട് വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരൊക്കെ ആയിരിക്കാം. പൗലോസ്ലീഹ എഫേസോസ് സഭയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വാസികളായപ്പോൾ, ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചപ്പോൾ, ഏതെങ്കിലും ശുശ്രൂഷയിലൂടെയോ വചനപ്രഘോഷണത്തിലൂടെയോ ഒക്കെ നിങ്ങൾ, അപ്പോളോസിന്റെ വചന ശുശ്രൂഷയുടെ ഒക്കെ നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം ഉണ്ടാകാം, അനുതാപം ഉണ്ടാകാം. ഇതൊന്നും പരിശുദ്ധാത്മാവിൽ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിലുണ്ട് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. നമുക്കൊരു സിറ്റുവേഷൻ കണ്ട് നമുക്ക് ഹൃദയത്തിൽ അനുതാപം ഉണ്ടായി, അത് പരിശുദ്ധാത്മാവില്ലാത്തവരുണ്ടാകാം. വചനം കേട്ടപ്പോ, കുറെ കാര്യങ്ങൾ കേട്ടപ്പോ ഒരു വിശ്വാസം തോന്നി. അതിപ്പോ ഒരിക്കൽ പോലും വിശ്വാസം ഇല്ലാത്തവനും ചില വിഷയങ്ങളെ കുറിച്ച് വിശ്വാസം ഉണ്ടാകാം. അപ്പൊ അതിനേക്കാൾ ഉപരി പൗലോസ്ലീഹ ചോദിക്കും, നിങ്ങൾക്ക് വചന ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? 19:2 അപ്പോസ്തല പ്രവർത്തനം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കുക, അപ്പോൾ അവർ പറഞ്ഞു. എന്നതാ പറഞ്ഞേ? ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. പൗലോസ്ലീഹ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അപ്പൊ അവർ പറയാണ്, പരിശുദ്ധാത്മാവോ? ഈ അങ്ങനെയൊന്നും ഞങ്ങള് കേട്ടിട്ടില്ലല്ലോ. അതെന്താ ഞങ്ങൾ ഇതുവരെ അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. അവർ പറയാണ്, അതായത് ഒരറിവില്ലാത്ത പോലെ അവർ സംസാരിക്കുക. സംഭവം പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ത്രിയേക ദൈവത്തിന്റെ മൂന്നാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ അവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരുപക്ഷെ നമുക്ക് ഈ വചനഭാഗമായി ചേർന്ന് ചിന്തിക്കുമ്പോ ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ഇന്ന് ലോകത്ത് വസിക്കുന്ന അനേകരുടെയും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായി തീർന്ന അനേകരുടെയും അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതാണെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നും ആ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തിന്റെ ഗതിയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പറ്റുമെന്നും ആ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ ആ പരിശുദ്ധാത്മാവിന് സാധ്യമാണെന്നും നീ പരിശുദ്ധാത്മാവിന്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരാത്മാവിന്റെ ശക്തിയും ബലവും നിന്നിൽ വെളിപ്പെടുമെന്നും അറിവില്ലാത്തവരായല്ലേ നമ്മളിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടിട്ട് പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്നൊക്കെ പറയുന്ന വരങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ചില ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ അറിവില്ലാത്തവരായി പലപ്പോഴും ഞാനും നിങ്ങളും വ്യാപരിക്കാറില്ലേ എന്ന് ചിന്തിക്കുന്നത്. ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയല്ലേ ചില സമയത്തുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ സംസാരമൊക്കെ.